IPL-ൽ കലാശപ്പോർ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മണിക്കാണ് കിരീട പോരാട്ടം. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന പോരാട്ടമാണ് അരങ്ങേറാൻ പോകുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ. വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. നവീൻ ബാബുവിന്റെ കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. UDF നേതാക്കൾ സർക്കാർ CBIക്ക് വിടുന്ന ആദ്യത്തെ കേസാണിത്. പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ PP ദിവ്യയാണ് ഏകപ്രതി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടരന്വേഷണത്തിന് കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത നവീൻ ബാബുവിൻ്റെ കുടുംബമാണ്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം നേരിൽ കണ്ടുകൊണ്ട് കേസിൻ്റെ അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ലെന്നും അന്വേഷണം CBIക്ക് വിടാൻ തയ്യാറാകണമെന്ന ആവശ്യം മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ആഭ്യന്തരമന്ത്രിയുമായും അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിർണായകമായൊരു തീരുമാനമുണ്ടാകുന്നത്. UDF സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായാണ് സംസ്ഥാന പോലീസ് അന്വേഷിച്ച ഒരു കേസ് CBIക്ക് കൈമാറാനുള്ള ശുപാർശയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനുള്ള നീക്കമാണ് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം നടത്തുന്നത് എന്ന ആക്ഷേപമാണ് പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്നത്. PP ദിവ്യയാണ് ഈ കേസിലെ ഏക പ്രതി. PP ദിവ്യയെ പ്രതി ചേർത്തുകൊണ്ടായിരുന്നു പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിൽ പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതിന് പിന്നാലെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അങ്ങനെ 13 പുതിയ സാക്ഷികളെ ചേർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് അതിലും തൃപ്തരല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഞ്ജുഷയും മറ്റ് കുടുംബാംഗങ്ങളും കോടതിയെ വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. CBI അന്വേഷണം നടത്തുന്നതിലൂടെ മാത്രമേ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. PP ദിവ്യ ഏത് തരത്തിലാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അതോടൊപ്പം നവീൻ ബാബുവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം കുടുംബം മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേസിൻ്റെ അന്വേഷണം CBIക്ക് ശുപാർശ ചെയ്യുന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇനി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് CBI തന്നെയായിരിക്കും. അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. എന്തായാലും UDFനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി കൂടി ഈ കേസ് വഴിമാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിർണായകമായ ഈ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ CBI അന്വേഷണത്തിൽ സന്തോഷമുണ്ടെന്നും ഇത്ര പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. അത് വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. കുടുംബം കണ്ടെത്തിയ 30-ലേറെ കാര്യങ്ങൾ CBI അന്വേഷിക്കണമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പ്രതികരിച്ചു. ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 30-ലേറെ പോയിന്റുകൾ, ഒരുപാട് ഡിഫക്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെ തന്നെ അന്വേഷിക്കണം. ഇതൊക്കെ തന്നെ എന്തായാലും CBI ഒരു പുതിയ അന്വേഷണ സംഘം വരുവാണെന്നുണ്ടെങ്കിൽ അവർ അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് അന്വേഷിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. നവീൻ ബാബു കേസിൽ CBI അന്വേഷണത്തിനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും കുടുംബത്തിന്റെ ആവശ്യം തള്ളിയതാണ്. സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്നും KK രാഗേഷ് ചോദിച്ചു. നവീൻ ബാബുവിന്റെ കേസിലെ CBI അന്വേഷണം കോടതി നേരത്തെ തള്ളിക്കളഞ്ഞാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജനും പ്രതികരിച്ചു. ഏത് അന്വേഷണം നടന്നാലും നീതിപൂർവ്വമാകണം. രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി അത് മാറാൻ പാടില്ല. CPMനെ വേട്ടയാടാനാണല്ലോ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു. മാസപ്പടി കേസിൽ CMRLനും EDക്കും നാളെ നിർണായകം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRL ഹർജി നാളെ കോടതി പരിഗണിക്കും. അതേസമയം ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ED. മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ കോടതിയെ അറിയിക്കാനും ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ബെഞ്ചാകും കേസ് പരിഗണിക്കുക. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ED നടപടികളുടെ ഒരു തുടർച്ച അത് വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിലും ഉണ്ടാവുകയാണ്. ഹൈക്കോടതിയിൽ
ED നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CMRL സമർപ്പിക്കുന്ന ഹർജി പരിഗണനയിലേക്ക് വരുന്നത്. CMRL അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് EDക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള കാരണങ്ങളില്ല. കാരണം ED ഇപ്പോൾ അന്വേഷിക്കുന്നത് പലതും തന്നെ ഊഹാപോഹങ്ങളുടെ പേരിലാണ് തങ്ങൾക്കെതിരായ നടപടികൾ വന്നിരിക്കുന്നത്. തങ്ങൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകളെല്ലാം തന്നെ വളരെ കൃത്യവും സുതാര്യവുമായ കാര്യങ്ങളും ഇടപെടലും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പണം കൈമാറിയത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ രേഖകളുമെല്ലാം ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഇതായിരിക്കുമ്പോൾ പോലും അതിൽ കള്ളപ്പണ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ആരോപിക്കുന്നതും ആക്ഷേപിക്കുന്നതുമെല്ലാം. ഇതിന് വ്യക്തമായ ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഇത് പലരും പറയുന്ന പോലെ ഊഹാപോഹങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്ന ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ ED പോയിരിക്കുന്നതും അതിനെ തുടർന്നാണ് ഈ റെയ്ഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതുമെന്നാണ് CMRL പറയുന്നത്. മറ്റൊന്നുകൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതൊരു കേന്ദ്ര ഏജൻസി തന്നെയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഏജൻസി അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടന്നു. ഇത് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളിലാണ് ഈ അന്വേഷണം എല്ലാം തന്നെ നടക്കുന്നത്. ഒരു വിഷയത്തിൽ 2 ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അതിൽ ഒരേ കാര്യങ്ങൾ തന്നെ 2 ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ അടക്കം അതിൻ്റെ സാങ്കത്യ അടക്കം CMRL ചോദ്യം ചെയ്യുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകരടക്കം CMRL വേണ്ടി കോടതിയിൽ എത്താനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം നേരത്തെ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളുകയും അതിനെ തുടർന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പിന്നീട് വലിയ രീതിയിലുള്ള EDയുടെ പരിശോധന വ്യാപകമായി നടക്കുകയും ചെയ്തത്. അപ്പോൾ ഇനി അത് തടയാനുള്ള പ്രതിരോധിക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളാണ് CMRLൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതേസമയം ഈ പരിശോധനയ്ക്കിടെ തങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങളടക്കം തങ്ങൾക്കെതിരായ ആക്രമണ സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ED കോടതിയിൽ വ്യക്തമാക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഈ പരിശോധനയ്ക്കിടയിൽ കണ്ടെത്തിയ തെളിവുകളുണ്ട്, ചില ഡിജിറ്റൽ എവിഡൻസുകൾ അടക്കമുള്ളവ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ED പറയുന്നു. അതുമാത്രവുമല്ല, CMRL പറയുന്നത് പോലെ യാതൊരു തെളിവുകളുമില്ലാതെയാണ് ഈ അന്വേഷണത്തിലേക്ക് കടന്നതെന്ന് അവരുടെ വാദമുണ്ട്. അത് നിരർത്ഥകമാണ്. അത്തരം കാര്യങ്ങളല്ല, തങ്ങളുടെ പക്കൽ ആവശ്യത്തിന് തെളിവുകളുണ്ട് എന്നതും ED ചൂണ്ടിക്കാട്ടും. അത് ഒരു സീൽ ചെയ്ത കവറിൽ ED ഹൈക്കോടതിക്ക് മുൻപാകെ തെളിവായി സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ EDക്ക് വേണ്ടിയും മുതിർന്ന അഭിഭാഷകർ തന്നെയും നാളെ കോടതിയിലെത്താനുള്ള സാധ്യതയാണുള്ളത്. അഡീഷണൽ അറ്റോർണി ജനറൽ തന്നെ കോടതിയിലെത്തിക്കുമെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലാണ് അറസ്റ്റിലായത്. ആറ്റിങ്ങലിനടുത്ത് അഞ്ചുതെങ്ങിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കേസിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ CPMന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും ഇതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് ഉള്ള കോടതി വിധിയിൽ പരാമർശമുണ്ട്. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളെ തേടി പോലീസ് പ്രവർത്തകരുടെ വീട് കയറി ഇറങ്ങുന്നത് ജനാധിപത്യ വിരുദ്ധമെന്ന് DYFI ആരോപിച്ചു. ED ഉദ്യോഗസ്ഥർക്കെതിരായ അതിക്രമത്തിന്റെ പേരിൽ പോലീസ് SFI പ്രവർത്തകരെ പീഡിപ്പിക്കുന്നതായി ആരോപണം. അന്വേഷണത്തിന്റെ പേരിൽ പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് ഇരച്ചു കയറുകയാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവ് ആരോപിച്ചു. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊന്ന കേസിലെ പ്രതിക്ക് നേരെ കയ്യേറ്റം. ഇയാളുമായി തെളിവെടുപ്പിലെത്തിയപ്പോഴായിരുന്നു നാട്ടുകാർ രോഷാകുലരായത്. പോലീസ് വലയം ഭേദിച്ച ചിലർ പ്രതി അഷ്കറിനെ മർദ്ദിക്കാൻ ശ്രമിച്ചു. കുഞ്ഞിനെ ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊന്നതെന്ന് പോലീസിന് ഇയാൾ മൊഴി നൽകി. നെടുമങ്ങാടിലെ അഖിൽ ദമ്പതികളുടെ 1.5 വയസ്സായ അർഷിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടാനച്ഛനായ അഷ്കറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാളെ എത്തിച്ചപ്പോൾ രോഷാകുലരായ ജനങ്ങൾ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അതിനു മുമ്പ് തന്നെ ഇയാളുടെ അഷ്കറിൻ്റെ വാഹനം അടിച്ചു തകർത്ത സാഹചര്യവും ഉണ്ടായി. ഇന്ന് രാവിലെയായിരുന്നു പോലീസ് ഇദ്ദേഹത്തെ വീട്ടിലെത്തിച്ചതും തെളിവെടുപ്പ് നടത്തിയതും. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയെന്ന വ്യാജേന ഈ 1.5 വയസ്സുകാരനെ അഷ്കർ ആശുപത്രിയിലെത്തിക്കുന്നതും തുടർന്ന് മരണത്തിന് കീഴടങ്ങുന്നതും. അപ്പോൾ തന്നെ ബന്ധുക്കളുടെ പരാതി ഉണ്ടായിരുന്നു. ഈ പറയുന്നത് കൊലപാതകമാണ്, ഇതിൽ ദുരൂഹതയുണ്ടെന്നുള്ള പരാതി ഉണ്ടായിരുന്നു. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന അഖിലയും അഷ്കറും വാടക വീട്ടിലേക്ക് മാറുന്നത്. ഈ മാറിയ സമയം മുതൽ തന്നെ ഈ കുട്ടിയുടെ ദേഹത്തുണ്ടാകുന്ന പരിക്കുകൾ ബന്ധുക്കൾക്ക് ഏറെ ദുരൂഹത സൃഷ്ടിച്ചിരുന്നു. 1.5 വർഷം മുമ്പ് അഖിൽ മരിക്കുന്നു, അതായത് അഖിലയുടെ ഭർത്താവ് മരിക്കുന്നു. മരിച്ചതിന് ശേഷമാണ് ഈ അഷ്കറുമായി അഖില ബന്ധത്തിലേർപ്പെടുന്നതും തുടർന്ന്
ഒന്നിച്ച് താമസിക്കുന്നതും ഈ താമസിച്ച നാൾ മുതൽ തന്നെ ഈ പറയുന്ന കുട്ടിയെ ഇദ്ദേഹം ഉപദ്രവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നുവെന്ന് ഈ അഖിലയുടെ മാതാവ് തന്നെ നമ്മളോട് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം അഖിലിൻ്റെ അച്ഛനും ഈ കുട്ടിയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് മകൻ്റെ ചെറുമകനെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒത്തുനിൽക്കുന്ന സമയത്തായിരുന്നു. കാരണം ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടായി. കുട്ടിയെ ഇവർക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴായിരുന്നു കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തി ഇതിൽ ദുരൂഹതയുണ്ടെന്ന്. മൃതദേഹ പരിശോധനയിലും ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോഴുമൊക്കെയും ഈ കുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നുവെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 51-ലധികം മുറിപ്പാടുകളാണ് ഈ പിഞ്ചു ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. തുടർന്ന് അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇതൊക്കെ സമ്മതിക്കുകയായിരുന്നു. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും തലയൊക്കെ ചുവരിൽ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെന്നും ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെന്നൊക്കെയുള്ള മൊഴികൾ പോലീസിന് നൽകിയിരുന്നു. ഇതൊക്കെ സമാഹരിച്ചുകൊണ്ട് ഇയാൾ നൽകിയ മൊഴിയെല്ലാം സമാഹരിച്ചുകൊണ്ട് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ തെളിവെടുപ്പായിരുന്നു ഈ പറയുന്ന വീട്ടിലെത്തിയപ്പോൾ ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് സമീപത്തെ പറമ്പിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ അമ്മ അഖിലയും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ഇവിടെ വന്നു പോകാനുള്ള ഒരു അനു എന്ന് പറയുന്ന ഒരു യുവതിയുണ്ട്. ആ യുവതിക്ക് നേരെയും അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും നാട്ടുകാർ ഈ വിഷയത്തിൽ വളരെ രോഷാകുലരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവമായി കേസിൻ്റെ അന്വേഷണവുമായി ഈ അഷ്കർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഇരുവരെയും ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ വാങ്ങിയതിന് ശേഷമായിരിക്കും കൂടുതൽ തുടർ നടപടിയും തുടരന്വേഷണവും. അതേസമയം ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം അഖിലിൻ്റെ മാതാപിതാക്കൾക്ക് നൽകിയിരുന്നു. വീട്ടിൽ മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളും നടന്നിരുന്നു. അരുൺ മോഹൻ, ന്യൂസ് 18, നെടുമങ്ങാട്. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പഴുതുകളില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നെഞ്ചുലയ്ക്കുന്നതാണ് സംഭവം. പ്രതികൾ ശിക്ഷിക്കപ്പെടണം. സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഈ കേസിനെ കാണുന്നതെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ നിയമ നടപടികളിലേക്ക്. ലക്ഷ്മിപ്രിയയ്ക്കും പോലീസിനുമെതിരായ അൻസിബയുടെ പരാതിയിൽ മൊഴിയെടുത്തു. നാളെ 11 മണിക്ക് ലക്ഷ്മിപ്രിയയോടും ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. പരാതിയിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. അതേസമയം നടൻ ടിനി ടോം സാമൂഹ്യ വിപത്താണെന്നും ടിനിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അൻസിബ ഹസൻ പറഞ്ഞു. താരസംഘടനയായ അമ്മയിലെ അംഗങ്ങൾ തമ്മിലുള്ള പൊട്ടിത്തെറി ഇപ്പോൾ അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരിക്കുന്നു എന്നതാണ്. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഒരു തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അൻസിബയ്ക്കെതിരെ നടി ലക്ഷ്മിപ്രിയ ഒരു പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്ന് അവർ പറഞ്ഞിരുന്നു. അതിൽ തന്നെ അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ വനിതാ സെല്ല് SI രേഷ്മ തന്നോട് അപമര്യാദയായി പെരുമാറി, തന്നെ അവഹേളിക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. തന്നെ ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് പറയിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇതിൽ അവർ പരാതിപ്പെട്ടത് മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് പരാതി നൽകിയത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അത് തൃക്കാക്കര ACPക്ക് മുൻപാകെ ഹാജരായി മൊഴി നൽകാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതനുസരിച്ച് അൻസിബ ഇവിടെ തൃക്കാക്കര സ്റ്റേഷനിൽ ACP മുൻപാകെ എത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ അൻസിബ പറയുന്നത് താനിപ്പോൾ ഈ പരാതിയിൽ ഇപ്പോൾ ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിലെ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ടിനി ടോം തന്നെ അവഹേളിച്ചു. ടിനി ടോം ഒരു സാമൂഹ്യ വിപത്താണ്, അതിൽ ഒരു സംശയവുമില്ല. തന്നെ മാത്രമല്ല മറ്റു പലരെയും ടിനി ടോം അവഹേളിച്ചിട്ടുണ്ട്. തൻ്റെ പേര് അൻസിബ ഹസൻ എന്നായത് തന്നെ ഒരു വർഗീയവാദിയാക്കി അടക്കം ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ടിനിക്കെതിരായ നിയമ നടപടികളും തുടരുമെന്ന് തന്നെയാണ് അൻസിബ പറയുന്നത്. എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാനാ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കുവോ? ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം.
മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം സമയമാണ് അൻസുബയുടെ മൊഴി തൃക്കാക്കര പോലീസ് രേഖപ്പെടുത്തിയത്. അൻസുബയ്ക്ക് ലക്ഷ്മിപ്രിയയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ, പോലീസ് സ്റ്റേഷനിലുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞതെന്ന് അവർ പറയുകയുണ്ടായി, മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഈ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർച്ചയെന്നോണം ലക്ഷ്മിപ്രിയയോട് നാളെ 11 മണിയോടുകൂടി ഇവിടെ ഹാജരാകാനായിട്ട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രേഷ്മ എന്ന വനിതാ സെൽ SIയോടും ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചതായി തൃക്കാക്കര ACP മനോജ് കുമാർ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ലക്ഷ്മിപ്രിയയുടെ മൊഴി ഞങ്ങൾ നാളെ രേഖപ്പെടുത്തുന്നുണ്ട്. ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിലത്തെ SI രേഷ്മയുടെ മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകളുടെ നിഗമനത്തിൽ എത്തും. അതെ, ഇതൊരു പ്രാഥമിക പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള എൻക്വയറിയാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ പരാതി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. എന്തായാലും അമ്മയിലെ പൊട്ടിത്തെറികൾ പെട്ടെന്നൊന്നും അവസാനിക്കുന്ന ഒരു ലക്ഷണവുമെല്ലാം കാണുന്നില്ല. ഇത് തുടരുക തന്നെയാണ് ഉണ്ടാകുക. വൈകാതെ അമ്മയുടെ ജനറൽ ബോഡി യോഗം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുമ്പോൾ അതിനു മുൻപെങ്കിലും ഇത്തരം പരാതികൾ അവസാനിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നടത്തുകയുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും എത്തുന്നില്ല. ചേരിതിരിഞ്ഞ് പരസ്പരം പോരാടുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ താരസംഘടന മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം. അതിന് ഒരു അവസാനവും ആരുടെ ഭാഗത്തു നിന്നുമില്ല. ആരും തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളും നടത്തുന്നില്ല. അൻസുബയെ കേൾക്കാൻ അമ്മ തയ്യാറാകുന്നുണ്ടെങ്കിലും അൻസുബ നിർദ്ദേശിക്കുന്ന ആളുകൾ ആ സമിതിയിൽ അംഗങ്ങളല്ല എന്ന കാരണം കൊണ്ട് തന്നെ അൻസുബയും അവരുടെ പക്കലേക്ക് തനിക്ക് പറയാനുള്ളതായി ചെല്ലുന്നില്ല എന്നതാണ് അൻസുബയും വ്യക്തമാക്കുന്നത്. ഏതായാലും താരസംഘടനയിലെ യുദ്ധം അത് മൂർച്ഛിക്കുകയാണ്. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 13-കാരിക്ക് ദാരുണാന്ത്യം. നെന്മാറ ചക്കാത്തറയിൽ രാമൻ അമ്പിയ ദമ്പതികളുടെ മകൾ രാജേശ്വരിയാണ് മരിച്ചത്. 2 ആഴ്ച മുൻപാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. മെയ് 14-ന് ഉച്ചയ്ക്ക് വീടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കെ മൂർഖന്റെ കടിയേൽക്കുകയായിരുന്നു. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വൈകിട്ട് കുട്ടിയുടെ പിതൃസഹോദരനും ഭാര്യയും ജോലി കഴിഞ്ഞ് എത്തിയപ്പോൾ രാജേശ്വരിയെ വായിൽ നുരയും പതയും വന്ന നിലയിൽ ബോധരഹിതയായി കാണുകയായിരുന്നു. ഉടൻ തന്നെ നെന്മാറ സർക്കാർ ആശുപത്രിയിലും തുടർന്ന് ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും കുട്ടിയുടെ നില വഷളാവുകയായിരുന്നു. ആലപ്പുഴയിലും പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. അരൂർ സ്വദേശിയായ നിയയാണ് മരിച്ചത്. ഈ മാസം 6-നാണ് സംഭവം. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ പാമ്പ് കടിയേൽക്കുകയായിരുന്നു. എന്നാൽ ഉറുമ്പാണ് കടിച്ചതെന്ന് കുട്ടി തെറ്റിദ്ധരിച്ചു. 1 മണിക്കൂറിന് ശേഷം കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ 24 ദിവസമായി എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു 8-ാം ക്ലാസ്സുകാരിയായ കുട്ടി. സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂൾ അരൂരിലെ വിദ്യാർത്ഥിനിയാണ് നിയ. കാട്ടുപന്നി ആക്രമണത്തിൽ പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് പരിക്ക്. രാവിലെ കുളക്കാട്ട് കുർശ്ശേരിയിൽ നിന്നും ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന അനിതയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഇവർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യമൃഗശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.